എത്ര നാളായി ഓടിച്ചിട്ട്? എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ എടുത്തിട്ട്. ഫർലോയും നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ജോലി തിരിച്ചു കയറിയപ്പോഴത്തേനും വളരെ തിരക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും കുറേ നാളത്തേന് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയേക്കുവാണ്. ഇന്നത്തെ വീഡിയോ വളരെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ട്രാക്ക് ആൻഡ് ട്രെയിൽ ചാനൽ തുടങ്ങിയപ്പം ഒരു മോട്ടോർ ബൈക്ക് വീഡിയോ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു മോട്ടോർ ബൈക്ക് യാത്ര പോകുന്ന വീഡിയോയിൽ തുടങ്ങി. അത് കഴിഞ്ഞ് ആ ബൈക്ക് വിൽക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു മോട്ടോർ ബൈക്ക് എടുത്തേക്കുന്നു. സോ എനി ഗസ്സസ്? 1998 മോഡൽ ജാപ്പനീസ് ബൈക്ക് കിട്ടിയ? സസ്പെൻസ് കളഞ്ഞേക്കാം. നമ്മുടെ ബൈക്ക് വേണ്ട കാണിക്കാം. കണ്ടല്ലോ, ഇത് ആക്ച്വലി ഒരു പ്രൊജക്റ്റ് ബൈക്കായിട്ട് ഞങ്ങൾ എടുത്തേക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മനീഷ്, നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് മനീഷിനെ. ഇപ്പോൾ ഞാനും മനീഷും വേറൊരു സുഹൃത്തും കൂടി ഉണ്ട്. പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല, മാത്യു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഒരു പ്രൊജക്റ്റ് ബൈക്കായിട്ട് എടുത്ത സംഭവമാണിത്. 1998 മോഡൽ. പിന്നെ ഈ വണ്ടിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. ഇപ്പം കറൻ്റ്ലി ഇത് MOT ഫെയിൽ ആയിരിക്കുകയാണ്. മെയിൻ MOT ഫെയിൽ ആകാനുള്ള റീസൺ ഇവിടെ നമ്മുടെ എക്സോസ്റ്റ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അത് മാത്രം ഫിക്സ് ചെയ്താൽ മതി ഈ MOT പാസ്സാകാൻ. പക്ഷേ ഞങ്ങൾ ഈ വണ്ടി ഫുള്ളി മോഡിഫൈ ചെയ്ത് പണിതിറക്കാനാണ് പ്ലാൻ. അപ്പോൾ എങ്ങനെയുണ്ട്? 22 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അതും ഓർക്കണം. അന്നത്തെ ഒരു രാജാവായിരുന്നു ഈ സാധനം. പിന്നെ ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ. ഇത് പണിതെടുക്കാനാണ് പ്ലാൻ. വണ്ടി ആക്ച്വലി എൻജിൻ കണ്ടീഷനിലാണ്, നല്ലോണം റണ്ണിങ് നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇനി വണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുക, അതാണ് മെയിൻ പരിപാടി ഇന്നത്തേത്. ഫ്യൂച്ചർ വീഡിയോസിൽ നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നതും ഇപ്പം നമ്മൾ ഓരോ എൻജിൻ അഴിക്കുന്ന പണികളും എല്ലാം ആയിരിക്കും നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ബൈക്ക് വന്നുകൊണ്ട് വേറെ കാര്യങ്ങളില്ലെന്നല്ല, ബൈക്കിൻ്റെയും വീഡിയോസ് കാണും. പിന്നെ നമ്മുടെ യാത്രകളും കാര്യങ്ങളെല്ലാം ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പം ലെറ്റ്സ് സീ. നിങ്ങൾക്ക് വേണ്ടി ഒരു ടാസ്ക് തരുവാണ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക്. സാധാരണ ആൾക്കാർ ബൈക്ക് മേടിച്ചാൽ ബൈക്കിനൊരു പേരിടുന്ന പരിപാടിയുണ്ട്. സാധാരണ കൂടുതലും പെണ്ണുങ്ങളുടെ പേരും ക്യൂട്ട് നെയിമൊക്കെ ആയിരിക്കും ബൈക്കിനുള്ളത്. അതിൽ നിന്നും ഞങ്ങൾ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് പറയാം. ആകെയുള്ള റൂള് ആണുങ്ങളുടെ പേരായിരിക്കണം. പിന്നെ തനി ഇന്ത്യൻ പേരും നാടൻ പേരും. അതിൽ നിന്ന് ഏറ്റവും കോമഡി ആയിട്ടുള്ള അല്ലെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള പേരായിരിക്കും ഞങ്ങൾ ഈ ബൈക്കിന് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പിന്നെ ചാനലിൻ്റെ കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ വീഡിയോസും അപ്ഡേറ്റും ഒരു ഷെഡ്യൂൾ ഇല്ലാതെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ 3 പേരും ജോലിയുടെ ഇടയ്ക്കാണ് ഇത് പണിയുന്നത്. അപ്പം എന്തേലും വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് ഓരോ പാർട്ടിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആഴ്ചയിൽ വീഡിയോ ഓരോ ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുന്നൊന്നും പ്രോമിസ് ചെയ്യുന്നില്ല. ബട്ട് മുമ്പത്തേലും ഇത്രയും കൂടിയും ടൈമുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് കുറച്ചും കൂടി വീഡിയോസ് ചാനലിൽ ആക്റ്റീവായിരിക്കും. ഓക്കെ. മെയിൻ വർക്ക് ചെയ്യാനുള്ളത് ഇത് സ്പ്ലിറ്റ് ആയേക്കുന്നത്. ഗേജ് ഫുള്ള് പോയി കിടക്കുകയാണ്. ഇവിടെ ഡെൻറ്റും ഈ സാധനം മിക്കവാറും റിപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് ഹെഡ്ലൈറ്റ് യൂണിറ്റ് കംപ്ലീറ്റ്ലി മാറ്റേണ്ടതുണ്ട്. പിന്നെ ഫോർക്കിൻ്റെ സീലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ബ്രേക്ക് കംപ്ലീറ്റ്ലി റിപ്ലേസ് ചെയ്യണം. പിന്നെ എൻജിന് വേറെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. എൻജിൻ നല്ല കണ്ടീഷനിലാണ്. പിന്നെ നമ്മൾ ഓയിലും ഒന്ന് സർവീസ് ചെയ്ത് കാർബറേറ്റേഴ്സ് ഒന്ന് ട്യൂൺ ചെയ്തെടുക്കണം.
ഒന്ന് ക്ലിയർ ചെയ്ത് ഈ ലീക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എനിക്ക് തോന്നുന്ന സീല് പോയിട്ടേ ഉള്ളൂ. അത് ഓപ്പൺ അപ്പ് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും വർക്കുണ്ട് എന്നൊക്കെ ചെയ്യണമെന്നുള്ള. അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ വേറെ എന്താണ്, വേറെ പ്രത്യേകിച്ച് വണ്ടികൾക്ക് പണിയൊന്നുമില്ല. ഫ്രെയിം, ഈ എൻജിനെല്ലാം അഴിച്ച് എല്ലാം ഫ്രെയിം ഒന്ന് റീപെയിൻറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇത് ഫുള്ള് പൗഡർ കോട്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് പ്ലാൻ. പിന്നെ ടേൺ സിഗ്നൽസ്, ഈ പഴഞ്ചൻ സാധനം മാറ്റണം. ഇത്തിരി ഫ്യൂച്ചറിസ്റ്റിക് LED പോലത്തെ എന്തെങ്കിലും വെക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ബൈക്കിലും സെയിം. പിന്നെ ടെയിൽ ടൈഡി വെക്കണം. പിന്നെ നൈസൊരു ക്യാൻ, പുതിയൊരു ക്യാൻ, ഒരു ആഫ്റ്റർ മാർക്കറ്റ് ക്യാൻ പിടിപ്പിക്കണം. വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ടയറും മാറ്റണം. ഇപ്പം ലീഗലാണ്, ബട്ട് ഓൺ ദ ലിമിറ്റാണ്. അതുകൊണ്ട് ഫുൾ ടയർ മാറ്റണം. 2 ടയർ മാറ്റണം. ഒരു ഫുൾ ഓൺ സർവീസ്, എൻജിൻ ഫുള്ളി സർവീസ് ചെയ്യണം. പിന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ അകം ക്ലീൻ ചെയ്യാനുണ്ട്. യെസ്. ഇതിൻ്റെ അകത്ത് ഇത്തിരി ചെറിയൊരു തുരുമ്പുണ്ട് ഫ്യൂൽ ടാങ്കിൻ്റെ. അപ്പോൾ ഈ സാധനം റിപ്ലേസ് ചെയ്ത് അകം വാഷ് ഔട്ട് ചെയ്യണം. പിന്നെ ഈ ക്യാപ്പും ഇഗ്നിഷൻ ബാരലും മാറ്റുന്നുണ്ട്. സോ ലൈക്ക് ഇപ്പം രണ്ട് കീ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റി ഒരു ഫുൾ സെറ്റായിട്ട് മാറ്റി ഒറ്റ കീയിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യണം. പിന്നെ ഫുൾ സർവീസ് എന്ന് വെച്ചാൽ ഓയിൽ, ഫിൽറ്റേഴ്സ്, സ്പാർക്ക് പ്ലഗ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റി ഓൾറൗണ്ട് ബ്രേക്കും മാറ്റണം. അതൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്ന വർക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുള്ള. സ്ലോലി ഞങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ഇതെല്ലാം ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്നേലും കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങൾ എന്നേലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അത് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും, അല്ല കാണിക്കുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്. ഇത് ഞങ്ങൾക്കും ഒരു ലേണിംഗ് സ്റ്റേജാണ്. ഞങ്ങൾക്കും ഒരു പുതിയൊരു സംഭവമാണ് ഞങ്ങൾ ചെയ്യുന്നത്, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുറേ മിസ്റ്റേക്കുകളാണ്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. എന്നൊക്കെ കാണിക്കണം, എങ്ങനെയൊക്കെ കാണിക്കണം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണോ അതോ ജസ്റ്റ് ബ്രീഫായിട്ട് കാണിച്ചാൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പം ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്താലോ? ഓക്കെ. അടിപൊളി കണ്ടീഷനിലാണ്. എൻജിൻ റണ്ണിങ് സ്മൂത്ത്. അടിപൊളി കണ്ടീഷനിലാണ് വണ്ടി. എൻജിൻ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നത്. പിന്നെ ക്ലച്ച് ഇത്തിരി ഹൈ ആയിട്ടാണ് ബൈറ്റിങ്, അതൊക്കെ ഫിക്സ് ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ബേസിക്കായിട്ട് വണ്ടി ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. കഴിയാവുന്ന കട്ട പിടിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ എൻജിൻ ബേയും ഇവിടെ എല്ലാ സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി. വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ബേസിക് ക്ലീനിങ് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഷെഡ് കയറ്റും. ഓൾറെഡി ക്ലീൻ ചെയ്തപ്പോൾ തന്നെ കുറേ പ്രോബ്ലംസ് കണ്ടുപിടിച്ച്. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ക്രാക്കുണ്ട്. ഇത് ഹൗസിങ് ചെയ്തേക്കുന്ന ഉണ്ടോ, ഫ്ലഷ് അല്ല, ചെറിയ കുറച്ച് പ്രോബ്ലം. ഇനി ത്രെഡിന് വല്ലതും പ്രോബ്ലം ഉണ്ടോ എന്നറിയത്തില്ല. ചെയിൻ ഇത്തിരി ലൂസാ. ഓക്കെ, അങ്ങനെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി.
സൂപ്പർ നല്ല കണ്ടീഷനിലാണ് വണ്ടി. എൻജിൻ വണ്ടി ഇപ്പോൾ ഗ്യാരേജ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വർക്ക് അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും ഉള്ളപ്പോഴാണ് ഈ വർക്കെല്ലാം ചെയ്യാൻ പ്ലാൻ. അപ്പോൾ പയ്യെ ഓരോ കാര്യങ്ങളും ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോ പാർട്ടായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് ഓരോ പാർട്ടായിട്ട് ചാനലിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യുക. പിന്നെ മുമ്പേ പറഞ്ഞ കാര്യം, നമ്മുടെ വണ്ടിയുടെ പേര് എല്ലാവരും ഓർക്കുക. കമൻറ്റ് ബോക്സിൽ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് പറയുക. ആകെ കണ്ടീഷനുള്ളത് ഒരു മെയിൽ പേരായിരിക്കണം, അല്ലെ ആണുങ്ങളുടെ പേരായിരിക്കണം. പിന്നെ നമ്മുടെ ഇന്ത്യൻ പേര്, അതായത് നാടൻ പേരോ അല്ലെ നോർത്ത് ഇന്ത്യനോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോമഡി ഏറ്റവും ഫണ്ണീസ്റ്റ് ആയിട്ടുള്ള പേരായിരിക്കും ഈ ബൈക്കിന് ഞങ്ങൾ ഇടാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.